മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നെഞ്ചു പിടയുന്ന വേദനയിലും നീ മഹാദേവന്റെ നാമം ചൊല്ലി വിളിച്ചില്ലേ? ആ വിളി കേൾക്കാതിരിക്കാൻ ദേവൻ വെറുമൊരു കല്ലല്ല. ഇനി അങ്ങോട്ട് നിന്നെ നിയന്ത്രിക്കുന്നത് മഹാദേവനാണ്. കാരണം നിങ്ങൾ മഹാദേവന്റെ പ്രിയ ഭക്തരാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് മഹാദേവൻ. ആ മഹാദേവൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും മഹാദേവന്റെ കരുതലുണ്ടാകും. നിങ്ങൾ മഹാദേവനിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ഭക്തരെ, ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ പോലും നിങ്ങളുടെ വിശ്വാസം കൈവിടാതിരിക്കുക. ഒന്നിൻ്റെയും അവസാനമല്ല. ഭക്തരെ, നല്ല നിമിഷങ്ങളിൽ കൈപിടിച്ച് കൂടെ നടക്കുന്നതിലൂടെയല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നതും തിളങ്ങുന്നതും. നിർണായക നിമിഷങ്ങളിൽ ഒരാശ്വാസവാക്കിലൂടെയെങ്കിലും കൂടെ നിൽക്കുമ്പോഴാണ് ബന്ധങ്ങൾ പൂക്കുന്നത്. കഴിവ് കണ്ട് ആരെയും സ്നേഹിക്കാതിരിക്കുക. അവരുടെ കുറവുകൾ മനസ്സിലാക്കി വേണം സ്നേഹിക്കേണ്ടത്. എങ്കിലേ ആ സ്നേഹം ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കൂ. ഭക്തരെ, മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. നല്ല ചിന്തകൾ നിറഞ്ഞ മനസ്സിൽ നിന്ന് വരുന്ന പ്രവർത്തികളും കർമ്മങ്ങളും തീർച്ചയായും നല്ലത് തന്നെയായിരിക്കും. ഭാവിയിൽ മികച്ചതാകാൻ നിങ്ങളുടെ ഭൂതകാലം മറക്കാൻ ശ്രമിക്കുക. ഇടമില്ലെന്ന് തോന്നിയാൽ ഇറങ്ങി നടക്കുക. എത്ര പ്രിയപ്പെട്ട ഹൃദയത്തിൽ നിന്നായാലും. ഭക്തരെ, ചില മനുഷ്യർ തകരുമ്പോൾ തിരിഞ്ഞു നോക്കും. ചിലരാകട്ടെ മറ്റുള്ളവരുടെ തകർച്ച കാണാൻ വേണ്ടിയും. നിങ്ങളോട് എങ്ങനെ പെരുമാറിയെന്ന് ആരും ചിന്തിക്കില്ല. നിങ്ങൾ അവരോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് മാത്രം ഒടുവിൽ വലിയൊരു തെറ്റായി മാറും. ഭക്തരെ, പലരുടെയും പുറമേയുള്ള പ്രകടനം കണ്ടിട്ട് അതവരുടെ യഥാർത്ഥ സ്വഭാവമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അരങ്ങത്തും അണിയറയിലും വ്യത്യസ്ത പ്രകടനം കാഴ്ചവെക്കുന്നവരായിരിക്കും ഇവർ. ഭക്തരെ, നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കരുത്. പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ടതോർത്ത് വേണം ജീവിക്കാൻ. അതായിരിക്കണം ജീവിതത്തിൻ്റെ വഴികാട്ടിയും. എല്ലാ സ്നേഹബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കാൻ മനസ്സുള്ള ചില മനുഷ്യരാണ്. അവർക്ക് വിജയമല്ല പ്രാധാന്യം. അവർ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹമാണ്. നഷ്ടങ്ങളെല്ലാം നല്ല ഓർമ്മകളാക്കുക. പരീക്ഷണങ്ങളെല്ലാം നല്ല പാഠങ്ങളാക്കുക. നേട്ടങ്ങളെല്ലാം നല്ല വിജ്ഞാനമാക്കുക. ഒന്നും ശാശ്വതമല്ല എന്ന അറിവോടെ ജീവിതം മനോഹരമാക്കുക. ഭക്തരെ, നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതാതിരിക്കുക. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ്. ജീവിതം എളുപ്പമല്ല. സ്വയം ശക്തനാകണം. മികച്ച സമയം ഒരിക്കലും വരില്ല. ഉള്ള സമയം മികച്ചതാക്കാൻ ശ്രമിക്കുക. ഭക്തരെ, ഒറ്റയ്ക്കാവുക എന്നാൽ ലോകത്തിലെ ഏറ്റവും കരുത്തരാവുക എന്ന് കൂടിയാണ്. ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒറ്റപ്പെടൽ ജീവിതത്തിൽ മുന്നോട്ടുള്ള പല പ്രതിബന്ധങ്ങളെയും കരുത്തോടെ നേരിടാൻ നിങ്ങളെ പാകപ്പെടുത്തുന്നു. സ്വയം മനസ്സിലാകാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, ചുറ്റുപാടിനെ അറിയാൻ ആരുമില്ലെങ്കിലും ധൈര്യമായി അന്തസ്സായി സന്തോഷത്തോടെ ജീവിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ചില വാശികൾ ഇഷ്ടക്കൂടുതലുകൾ കൊണ്ടാണ്. ചില ദേഷ്യപ്പെടലുകൾ സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. ചില നിയന്ത്രണങ്ങൾ കരുതൽ കൊണ്ടാണ്. ചില മൗനങ്ങൾ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നതിലാണ് നിങ്ങളുടെ വിജയം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.